അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാവൽ, ബറക്കത്തുണ്ടാവൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുന്ന കാര്യങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളതൊക്കെ ചെയ്യുന്നവരാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ എന്നും പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദ്ദഖിറൂ മിൻ ബുയൂതികും നസീബൻ മിനൽ ഖുർആൻ ഫഇന്നൽ ബൈത ഇദാ ഖുരിഅ ഫീഹി ആനസ അലാ അഹ്ലിഹി വകസുറ ഖൈറുഹു. അല്ലാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യണേ. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ ആനസ അലാഹിലിഹി, ആ വീട്ടുകാർക്ക് നല്ല സന്തോഷം, റാഹത്തോ, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാകും. വകസുറ ഖൈറുഹു, ആ വീട്ടിൽ ഖൈർ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വഇദാ ലം യുഖ്റഅ ഫീഹി, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ ഔഹശല്ലാഹു അലാ അഹ്ലിഹി വഖല്ല ഖൈറുഹു, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല, എപ്പോൾ നോക്കിയാലും ഒരു ഹമ്മ്, ഒരു ടെൻഷൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖൈർ അവിടെ ഉണ്ടാവില്ല. ഏത് നിലക്ക് നോക്കിയാലും അവർക്ക് പ്രതിസന്ധിയാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങാൻ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സന്തോഷവും റാഹത്തുണ്ടാവാൻ അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ, സൂറത്തുൽ ബഖറ വീടുകളിൽ പരമാവധി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമുക്കൊക്കെ അറിയാവുന്നൊരു സൂറത്ത്, രാത്രി നമ്മളും നമ്മുടെ മക്കളൊക്കെ നമ്മൾ ഓതിപ്പിക്കാറുള്ള വാക്യ സൂറത്ത്, ഒരിക്കലും നമ്മുടെ വീട്ടിൽ മുടക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തൽ വാഖിയത്തി ഫീ കുല്ലി ലൈലത്തിൻ മറത്തൻ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ ഒരു രാത്രി അവരുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ അവിടെ അള്ളാഹു ദാരിദ്ര്യം തരില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ബറക്കത്തും പിശാചിൻ്റെ ഷെറിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി. നമ്മുടെ പുറത്തൊക്കെ പോയി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത്, പ്രവേശിക്കുന്ന സമയത്ത് വലത് കാല് വെച്ച് ബിസ്മി ചൊല്ലി നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുക. വലിയ ബറക്കത്താണ്. ചെറിയ കാര്യമാണെങ്കിൽ തന്നെ വലിയ പ്രതിഫലമാണ്. ആ വീടിനൊരു സംരക്ഷണമാണ് ബിസ്മി ചൊല്ലി കിടന്നാൽ. അപ്പോൾ ഷെയ്ത്താൻ പറയില്ല മബീത്തലക്കും. ഇന്ന് നമുക്കിവിടെ രാപ്പാർക്കലില്ല കേട്ടോ, പ്രവേശനമല്ല. കാരണം വീട്ടിലേക്ക് ബിസ്മി ചൊല്ലിയിട്ട് അതിൻ്റെ അഹ്ലുകാരൻ കയറിയിട്ടുണ്ട്. വഇദാ ദഖല, വീട്ടിലേക്ക് പ്രവേശിച്ചു, ഫലം യദുക്കിരില്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ കടന്നാൽ ഖാല ശൈത്വാൻ അദ്റുക്തുമുൽ മബീത്, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ രാപ്പാർക്കട്ടോ, ഇന്ന് നമുക്കിവിടെ രാപ്പാർക്കലുണ്ട്. ആ വീട്ടുകാർക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു റഹ്മത്ത് ആ വീട്ടിലുണ്ടാവില്ല, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. പിശാചിൻ്റെ ആധിപത്യമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അഹ്ലുകാരോട്, വീട്ടുകാരോട് സലാം പറഞ്ഞു കിടക്കുക. വലിയ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ ബറക്കത്താണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, യാ ബുനയ്യ, കുഞ്ഞു മോനെ,
ഇദാ ദഖൽത അലാ അഹ്ലിക, നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഫസല്ലിം, നീ സലാം അവരോട് പറയുക. യകൂനു ബറക്കത്തൻ അലൈക, അത് നിന്റെ മേൽ ബറക്കത്താണ്. വഅലാ അഹ്ലി ബൈതിക, വീട്ടിൽ താമസിക്കുന്ന മക്കള്, കുടുംബങ്ങൾ, അവർക്കതൊരു വലിയ സമാധാനമാണ്, ഒരു ബറക്കത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബന്ധപ്പെട്ടവർ, ഇവരിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ വലിയ സലാം പറഞ്ഞ് വന്ന് വാഹനത്തിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിലാക്കി അവർ പോകുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടോട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്കൊരു സലാം പറയാൻ ഒരു പക്ഷേ മടിയുണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ടത് മുതൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ മക്കൾ, കുടുംബർ, അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും എന്നുള്ള സലാം പറയാൻ നാം ശ്രമിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നവരാണ് എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറയുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. മൻ ദഖല ബൈതഹു, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ കാവലിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറഞ്ഞാൽ മറ്റൊരു പ്രതിഫലം മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി അന്നഹു ശക്കാ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖറ വളീക്കൽ മഈഷ. അള്ളാൻ്റെ ഹബീബിനോട് വന്ന് പറയാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പ്രയാസം ഉണ്ടെങ്കിലും അവർക്കൊക്കെ അത്താണിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാൻ്റെ ഹബീബിനോട് വന്ന് പറയാണ്, ഒരു ഒട്ടകം വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെ അൽ അമാൻ അൽ അമാൻ അൽ അമാൻ, എന്നെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ മൃഗങ്ങളും മനുഷ്യന്മാരും എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാൻ്റെ ഹബീബിനോട് വന്ന് പറയാം, അതിന് പരിഹാരം ഉണ്ടാവും. ശക്കാ അന്നഹു ശക്കാ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖറ വളീക്കൽ മഈഷ. അള്ളാൻ്റെ ഹബീബിനോട് ഒന്ന് പറഞ്ഞ്, നബിയെ ഭയങ്കര ദാരിദ്ര്യമാണ്, അതുപോലെ തന്നെ ജീവിതം മഈഷത്ത് വളരെ പ്രയാസമാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നബിയെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് മരുന്ന് പറഞ്ഞു തരണം, എനിക്കതിൽ നിന്നൊന്ന് കരകയറണം, എന്ത് ചെയ്താലും ഒരു 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 പിന്നെ പുരോഗതിയില്ല. ഫഖാല ലഹു, അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വസിയ്യത്ത് ചെയ്തത് എന്താ, പറഞ്ഞു കൊടുത്തത് എന്താ, ഇദാ ദഖൽതൽ ബൈത ഫസല്ലിം ഇൻ കാന ഫീഹി അഹദുൻ. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞ് കയറിയാൽ നിന്റെ ബിസിനസ്, നിന്റെ കാര്യങ്ങൾ, നിന്റെ ജീവിത പ്രയാസങ്ങൾ എല്ലാത്തിനും അല്ലാഹു തആല വഴി കാണിച്ചു തരും. ഇത് ഞാൻ പറയല്ല, അള്ളാഹുവിൻ്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്. ഫഇൻ ലം യകുൻ ഫീഹി അഹദുൻ, ഇനി വീട്ടിൽ ആരുമില്ലെങ്കിൽ ഫസല്ലിം അലയ്യ, എൻ്റെ പേരിൽ സലാം പറയുക, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അതുപോലെ സ്വാലിഹീങ്ങളൊക്കെ പറയാറുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ ആരുമില്ലെങ്കിൽ, ഇത് വീട്ടിൽ നാം താമസിക്കുന്ന ഫ്ലാറ്റ്, നാം താമസിക്കുന്ന റൂം, ഇവിടെ ഒക്കെ ഇത് ഉപയോഗിക്കാം. എന്നിട്ട് അള്ളാൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ്, സലാം പറയുകയും വഖ്റ ഖുൽ ഹുവല്ലാഹു അഹദ് മർറതൻ വാഹിദാ, സലാം പറഞ്ഞ് കയറിയിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. ഫഫഅല റജുലുൻ ദാലിക, ആ സ്വഹാബി, ആ മനുഷ്യൻ അങ്ങനെ പ്രവർത്തിച്ചു, അവരുടെ ജീവിതത്തിൽ വലിയ വിജയം കണ്ടെത്തിയെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാവാൻ വിരുന്നുകാർ വരട്ടെ, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരട്ടെ. ഇന്നല്ലൈഫ ഇദാ ദഖല ബൈതൽ മുഅ്മിനി യദ്ഖുലു മഅഹു
അൽഫു റഹ്മ വ അൽഫു ബറക്ക. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുഅ്മിൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അവരോടൊപ്പം 1000 റഹ്മത്തും 1000 ബറക്കത്തും അള്ളാഹു അതിഥിയോടൊപ്പം ആ വീട്ടിൽ കൊണ്ടുവരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ അൽ ബറക്കത്തു ബിരിഹിം മുഹമ്മദുർ റസൂലുള്ളാഹി. വയസ്സായവർ, നമ്മുടെ വല്യപ്പ, വല്യമ്മ, ഉമ്മ, വയസ്സായവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ ബറക്കത്താണ്. നമ്മുടെ ഉമ്മാനെ നമ്മുടെ വീട്ടിൽ കിട്ടണം, നമ്മുടെ ഉപ്പയെ നമ്മുടെ വീട്ടിൽ കിട്ടണം. അതുപോലെ തന്നെ വല്യപ്പ, വല്യമ്മ ഇവരുള്ള വീട് വലിയ ഐശ്വര്യമായിരിക്കും. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അശ്ശാത്തു ഫിദ്ദാരി ബറക്ക, ആട് വീട്ടിൽ ബറക്കത്താണ്. വദ്ദീഖു ഫിദ്ദാരി ബറക്ക, കോഴി വീട്ടിൽ ബറക്കത്താണ്. അതുപോലെ തന്നെ ബറക്കത്തിന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, ഭാര്യ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നാ നഅ്കുലു വലാ നശ്ബൗ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയണില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ഖാല ചോദിച്ചു, ഫലഅല്ലക്കും തഫ്തരിക്കൂൻ, നിങ്ങൾ എല്ലാവരും വീട്ടിലുള്ള മക്കളും ഇവരെല്ലാവരും ഭാര്യയും ഇവരൊക്കെ വെവ്വേറെ വെവ്വേറെ ആയിട്ടാണോ ഇരുന്ന് ഭക്ഷണം കഴിക്കാറ്? ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഉണ്ടോ? അപ്പോൾ വന്ന ആൾ പറഞ്ഞു, കാലു നഅം യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഓരോരുത്തരെടുത്ത് ഓരോ ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ബറക്കത്തില്ലാത്തതിന് ബറക്കത്തുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫജ്തമിഉ അലാ ത്വആമിക്കും, നിങ്ങൾ ഭാര്യ, മക്കൾ, ബന്ധപ്പെട്ടവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്തിൻ്റെ വീടുകൾ നമ്മുടെ വീടാക്കട്ടെ. റഹ്മത്തിൻ്റെ വീടുകൾ അള്ളാഹു ആക്കട്ടെ. സമാധാനം നമ്മുടെ വീടുകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.